കൂടിയുണ്ട്. ആജ്ഞ, കൊച്ചിയിൽ എങ്ങനെയാണ് സാഹചര്യം? എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിൽ, മലയോര മേഖലയിലടക്കം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കഴിഞ്ഞ മഴയത്തൊക്കെ കൊച്ചിയുടെ അവസ്ഥ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ആജ്ഞ കുടചൂടിയാണ് അവിടെ റിപ്പോർട്ടിങ്ങിൽ നിൽക്കുന്നത്. മഴ ശക്തമായി തന്നെ ഉണ്ടോ? രഞ്ജിത്ത്, ഈ നഗരഭാഗങ്ങളിൽ വലിയ മഴയുണ്ട്. രാവിലെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴയാണ്. പക്ഷേ അത് ഒരു ചാറൽ മഴ മാത്രമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു ശക്തമായ മഴയൊന്നും കൊച്ചിയുടെ നഗരഭാഗങ്ങളിലില്ല. പക്ഷേ മലയോര പ്രദേശങ്ങളിൽ അങ്ങനെയല്ല. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ മണികണ്ഠൻചാൽ ചപ്പാത്ത് പൂർണ്ണമായും മുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കോതമംഗലം ഭാഗത്തു നിന്നും പൂയംകുട്ടിയിൽ നിന്നും കോതമംഗലത്തേക്കുമൊക്കെ പോകാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരു 2017 മുതൽ അവിടുത്തെ ഒരു അവസ്ഥ അതുതന്നെയാണ്. കാരണം വലിയൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ചപ്പാത്ത് മുങ്ങുകയും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സാഹചര്യമാവുകയും പ്ലാവനയിലാണെങ്കിൽ ഈ ജങ്കാർ സർവീസ് കൊണ്ടുപോകാൻ പറ്റാത്തത്ര ശക്തമായ ഒഴുക്കുണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ വഞ്ചി ഇറക്കി അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇറക്കാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയകരമാകും, എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനം എങ്ങനെ ഊർജിതമാക്കാൻ കഴിയും എന്നുള്ള ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ആവശ്യം, ഈ ചപ്പാത്ത് പുതുക്കി പണിയണം, അതല്ല പുതിയ പാലം പണിയണം, പുതിയ പാലം പണിയണം, അതല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഉയരം കൂട്ടണം എന്ന ആവശ്യം ആയിട്ട് കോതമംഗലത്തുകാർ ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ അത് എല്ലാ മഴക്കാലത്തും ഇവരുടെ അവസ്ഥ ഇത് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടമായ കാര്യം. കാരണം അവിടെ നിന്ന് ഒരാൾ പുറത്തു പോയി കഴിഞ്ഞാൽ, മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തേണ്ടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ മലയോര ഭാഗത്ത് പെയ്യുന്ന മഴ പലയിടങ്ങൾ വെള്ളത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ ശക്തമായ മഴ തന്നെയാണ് മലയോര മേഖലയിലുള്ളത്. ഈ വെള്ളത്തിൻ്റെ തോത് ഉയരുന്തോറും ഈ പറയുന്ന മണികണ്ഠൻചാലിൽ ഈ ഒഴുക്ക് കൂടുകയും, മൂവാറ്റുപുഴയിലെ ഒഴുക്ക് കൂടുകയും ഇത് മണികണ്ഠൻചാൽ പ്ലാവന ഭാഗത്തുള്ള അല്ലെങ്കിൽ പൂയംകുട്ടി ഭാഗത്തുള്ള ആളുകളെ അത് സാരമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് ഈ പറഞ്ഞതുപോലെ അതിന് വേണ്ട ഒരു ശ്രദ്ധ അധികൃതർ കാണിക്കുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായുള്ള നിരന്തരമായി ഈ പ്രദേശത്തുകാർ ഈ ഒരു പരാതി ഉന്നയിക്കുന്നുമുണ്ട്. എല്ലാ പ്രാവശ്യവും ഇവരുടെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ആളുകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഒരു വലിയ മഴ പെയ്താൽ പുറത്തു പോയവർക്ക്, അല്ലെങ്കിൽ സിറ്റിയിലൊക്കെ, എറണാകുളത്തോ അതല്ലെങ്കിൽ കോതമംഗലത്തോ ഒക്കെ സിറ്റിയിലേക്ക് വന്ന ആളുകൾക്ക് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ 2-3 ദിവസം എടുക്കുന്ന സാഹചര്യം, കുടുങ്ങി പോകുന്ന സാഹചര്യം, ഇതൊക്കെ നിരന്തര സംഭവമായി മാറിയിരിക്കണം. എന്തായാലും ഇന്നലെ മുതൽ വലിയ മഴയാണ് മലയോര മേഖലയിലുള്ളത്. കൊച്ചിയിലും മഴ ഇല്ലെന്നല്ല, രാവിലെ മുതൽ നല്ല മഴയുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു വാട്ടർ ലോഗിങ്ങിലേക്ക് നയിക്കുന്ന വലിയ മഴയൊന്നും കൊച്ചി നഗരത്തിൽ ഇതുവരെ പെയ്തിട്ടില്ല. മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് പക്ഷേ ഈ ചെറിയ ഇൻറ്റൻസിറ്റി, തീവ്രത കുറഞ്ഞ മഴയാണ് ഇപ്പോൾ കൊച്ചി നഗരഭാഗങ്ങളിൽ പെയ്യുന്നത്. കൊച്ചിയിൽ മഴ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോഴും കാര്യമായ തരത്തിൽ വെള്ളം കയറത്തക്ക വിധത്തിലുള്ള മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് ആജ്ഞ രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത്.